അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചു. രണ്ടാമത് പഠിച്ച് ഗോയിങ് കൺസേൺ പഠിച്ചു, മണി മെഷർമെൻറ്റ് പഠിച്ചു, അക്കൗണ്ടിങ് പീരീഡ് പഠിച്ചു. നെക്സ്റ്റ് വൺ കോസ്റ്റ് കൺസെപ്റ്റ്. സർ ഇത്ര മതിയോ? ഈ നോട്ട് മതി സർ. സാർ ഇപ്പം നോട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട് മതിയോ? ധാരാളമാണ് മക്കളെ. ഈ നോട്ടിന് ഇഷ്ടം പോലെ. ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ കുട്ടികൾ കൊടുക്കൽ. നിങ്ങളെ HSC ലൈവ് നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസോ ഏകദേശം മോഡൽ സെയിം ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. സോ നെക്സ്റ്റ് വൺ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ അസറ്റ് വാങ്ങുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂവിലായിരിക്കും വെച്ചാൽ അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റിലാണ്, അതായത് അതിൻ്റെ പർച്ചേസ് പ്രൈസിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ പർച്ചേസ് പ്രൈസിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഇറ്റ് ഈസ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഇൻസ്റ്റാളേഷൻ ആൻഡ് മേക്കിംഗ് റെഡി ടു യൂസ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് സാധനം കിട്ടും. കേട്ടോ. ഞാൻ 2 പോയിൻ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലാൻഡ് വാങ്ങി. ഫസ്റ്റ് പോയിൻ്റ്, ലാൻഡ് ഞാൻ 10 സെൻറ്റ് സ്ഥലം, 1 സെൻറ്റിന് 50,000 രൂപ. സോ എൻ്റെ ലാൻഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് 5 ലക്ഷം റുപ്യ. ഓക്കെ, അപ്പോൾ ലാൻഡിൻ്റെ ആർക്ക് പൈസ കൊടുത്ത്? ലാൻഡിൻ്റെ ഓണർക്ക് പൈസ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ബ്രോക്കർ പൈസ വന്നു, അല്ലെങ്കിൽ കമ്മീഷൻ വന്നു. 50,000 രൂപ കമ്മീഷൻ കൊടുത്തു. ഇപ്പോൾ ലാൻഡിൻ്റെ പേരിലായോ? ഇല്ല. ഞാൻ രജിസ്ട്രേഷൻ അടച്ചു 50,000. സോ എൻ്റെ ടോട്ടൽ ലാൻഡിൻ്റെ കോസ്റ്റ് എത്രടാ? 6 ലക്ഷം റുപ്യയാണ്. 6 ലക്ഷമാണോ അല്ലെങ്കിൽ 5 ലക്ഷമാണോ? എൻ്റെ അസറ്റ് എൻ്റെ പേരിലാവുന്ന വരെയുള്ള എല്ലാ കോസ്റ്റും, എൻ്റെ ലാൻഡിൻ്റെ പേരിലാവുന്ന എല്ലാ കോസ്റ്റും വരും. ദാറ്റ് ഈസ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, പർച്ചേസ് കോസ്റ്റ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ മൈജിയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്തു. മിനിറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ശ്രദ്ധിച്ചോട്ടോ. ഞാൻ മൈജിയിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങി. ഫ്രിഡ്ജിൻ്റെ കോസ്റ്റ് ഫ്രിഡ്ജ് വേണ്ട, AC വാങ്ങി. ACൻ്റെ അസറ്റാണ്. ACൻ്റെ വില ഞാൻ മൈജിയിൽ കൊടുത്ത് 30,000 റുപ്യ കൊടുത്ത് AC. ഇപ്പോൾ AC എവിടെ ഉണ്ട്? മൈജിയിൽ ബില്ലടിച്ചു. ACൻ്റെ വീട്ടിൽ എൻ്റെ ബിസിനസ്സിലേക്ക് നടന്നു വരില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഫ്രൈറ്റ് കൊടുത്തു. നിങ്ങളിത് ഡിപ്രിസിയേഷൻ ചാപ്റ്ററിൽ സൽമാൻ സാറ് പറഞ്ഞിട്ടുണ്ടാവും. ഫ്രൈറ്റ് കൊടുത്തു 500 രൂപ ഫ്രൈറ്റ് കൊടുത്ത്. അപ്പോൾ എൻ്റെ ഈ AC എൻ്റെ വീട്ടിലെത്തി, എൻ്റെ ഓഫീസിലെത്തി. അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അത് ഫിറ്റ് ചെയ്യണ്ടേ. ഫിറ്റിംഗ് ചാർജ് ദാറ്റ് ഈസ് വേജ് കൊടുത്തു. ആർക്ക്? അത് ഇൻസ്റ്റാളേഷൻ ചെയ്ത ആൾക്ക്. അയാൾക്ക് ഒരു 500 റുപ്യ കൊടുത്തു. ഓക്കെ, സോ ടോട്ടൽ എൻ്റെ കോസ്റ്റ് എത്ര റുപ്യയായി? ACക്ക് 31,000 ആണ്. എന്തൊക്കെ സാധനങ്ങൾ വന്ന്? പർച്ചേസ് കോസ്റ്റ്, അക്വിസിഷൻ കോസ്റ്റ്, രണ്ട് സെയിം ആണ്. അക്വിസിഷൻ കോസ്റ്റ് വന്നു. അത് നമ്മുടെ സൈറ്റിലേക്ക് എത്താനുള്ള ഫ്രൈറ്റ് എക്സ്പെൻസ് വന്നു. ആ ഫ്രൈറ്റ് എക്സ്പെൻസ് പോലെ അത് നമുക്ക് റെഡി ടു യൂസ് ആവണം, അതിനുള്ള എല്ലാ കോസ്റ്റും വരും. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? ഒരു അസറ്റ് വാങ്ങുമ്പം അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റിലാണ് പറഞ്ഞു. സോ ആ കോസ്റ്റിൽ ഏതൊക്കെ വാല്യൂസാണ് റെക്കോർഡ് ചെയ്യുക? അക്വിസിഷൻ കോസ്റ്റ് വരും, അതിനോട് കൂടി ഫ്രൈറ്റ് വരും, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ വരും, ചില സമയത്ത് കമ്മീഷൻസ് വരും. ഇതെല്ലാം നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മൾ കോസ്റ്റിനോട് കൂട്ടണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും അസറ്റ് വാങ്ങുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂവിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റാണ്.
ദാറ്റ് ഈസ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയാനുള്ള ഫസ്റ്റ് പോയിൻ്റ് അതാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ 2020 ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനന്ന് വില 30 ലക്ഷം റുപ്യാണ്. ഓക്കെ, ഇന്ന് 2025 എൻ്റെ ലാൻഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ 50 ലക്ഷമാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്ര കാണിക്കും, എൻ്റെ ബിസിനസ്സിൽ എത്ര ലാൻഡിൻ്റെ വാല്യൂ ഉണ്ടാവുക അറിയോ? 30 ലക്ഷമാണോ 50 ലക്ഷമാണോ? ഇതിനെ പറഞ്ഞ പേര് ഇത് കോസ്റ്റാണ്, ഇത് മാർക്കറ്റ് വാല്യൂ ആണ്. നിങ്ങൾ എപ്പോഴും അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂലായിരിക്കണം? കോസ്റ്റിലായിരിക്കണം. സോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കണം? 30 ലക്ഷം കാണിക്കണം, അല്ലാതെ 50 ലക്ഷമല്ല. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂലായിരിക്കണം? കോസ്റ്റ് വാല്യൂലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ബിസിനസ്സിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? മാർക്കറ്റ് വാല്യൂ എന്നുള്ള സാധനം കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി കൺസിഡർ ഫോർ കോസ്റ്റ്. ഇത് കോസ്റ്റിൽ എന്തൊക്കെ വരും? അക്വിസിഷൻ കോസ്റ്റ്, പർച്ചേസ് പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഫിറ്റിംഗ് ചാർജസ് പ്ലസ് സംതിങ് ബ്രോക്കർ കമ്മീഷനൊക്കെ നമ്മൾ കോസ്റ്റിൻ്റെ കൂടെ വരും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മളെ PPT എല്ലാവരും എടുക്കുക, PPT എല്ലാം എടുത്ത് വെക്ക്. ഈ PPTയിൽ എന്താ പറയുന്നത് നമുക്ക്? കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി അസറ്റ് ആർ റെക്കോർഡ്, എല്ലാ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂലായിരിക്കണം? ദെയർ പർച്ചേസ് പ്രൈസ്. എന്താണ് പർച്ചേസ് പ്രൈസ്? ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ എല്ലാം അതിൻ്റെ മേക്ക് റെഡി ടു അസറ്റ് റെഡി ടു യൂസ് വരെയുള്ള എല്ലാ അതിലും വരും. ഈ കോസ്റ്റ് കൺസെപ്റ്റിൽ പറഞ്ഞ സാറ് വേറെ ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞ മറ്റൊരു പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അസറ്റ് ആൾവേസ് ഷോൺ അറ്റ് ദി കോസ്റ്റ്. ഓക്കെ, റെഡ്യൂസ് ചെയ്താലും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ട, ഇതിവിടെ പറയുന്നുണ്ട്. കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ദോസ് അസറ്റ് വിൽ നോട്ട് ബി റെക്കോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ അസറ്റിൻ്റെ വില 30 ലക്ഷം റുപ്യ ഉണ്ടായിരുന്നു, ഇപ്പോൾ 50 ലക്ഷമാണ്. നിങ്ങൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏത് വാല്യൂ ആണ്? കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുക. എന്ത് റെക്കോർഡ് കൺസിഡർ ചെയ്യില്ല? കറണ്ട് മാർക്കറ്റ് വാല്യൂ നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 2010 വാല്യൂ 15 ലക്ഷമായിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ട് ഇത് നമുക്ക് ആവശ്യമില്ല. അത് നേരത്തെ അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ബുക്ക് എടുക്കുക കേട്ടോ. നമ്മളെ ബുക്കിൽ കുറേ പോയിന്റുകൾ പറയാണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. കോസ്റ്റ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്ന മറ്റൊരു പേരാണ് ഈ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്ന മറ്റൊരു പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. It is assumed that assets are recorded at the total amount paid by to acquire them. That is cost of acquisition. അതിനെ പറഞ്ഞ പേരാണ്, നിങ്ങൾ അസറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഏത് വിലയില്ല? കോസ്റ്റ് അക്വിസിഷൻ, നിങ്ങൾ വാങ്ങിയിട്ടുള്ള വില. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പർച്ചേസ് പ്രൈസ് പ്ലസ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ബ്രിങ് ടു ദി ലൊക്കേഷൻ, നമ്മളെ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഫ്രൈറ്റ് പ്ലസ് അത് ഇൻസ്റ്റാളേഷൻ ചാർജസ് എല്ലാം വരും. ഓക്കെ, പിന്നെ അവിടെ വേറെ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബുക്കിൽ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യരുത്. ഏത് വാല്യൂ മാത്രമേ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്? കോസ്റ്റ് വാല്യൂ ആണ് ബുക്കിൽ കാണിക്കേണ്ടി വരിക കേട്ടോ. സോ ദാറ്റ് ഈസ് കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യുവൽ ആസ്പെക്ട് ട്രാൻസാക്ഷൻ. ഈ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും എല്ലാ ട്രാൻസാക്ഷൻ 2 അക്കൗണ്ടുകൾ ബാധിക്കും എപ്പോഴും. ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ്, 2 സൈഡ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് സൈഡ് എന്നുണ്ട്, രണ്ടാമത് ക്രെഡിറ്റ് സൈഡ് എന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ +1 ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടി ഈസി ആയിരിക്കാം. നിങ്ങളിത് ഫസ്റ്റ് ടൈം ആയിട്ട് +1 പഠിക്കുന്ന സമയം 2ാം ചാപ്റ്റർ സ്കൂളിൽ എടുത്തിട്ടില്ലെങ്കിൽ അതിന് മുന്നാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സോ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും 2 അക്കൗണ്ടുകൾ ബാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഡെബിറ്റ്സ് ആസ്പെക്റ്റ് എന്ന് പറയും, ഡെബിറ്റ് സൈഡും, രണ്ടാമത്തത് ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ദാറ്റ് ഈസ് റിസീവിങ് ആസ്പെക്ട്സ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്. ഡെബിറ്റ് സൈഡിനെ ഉദ്ദേശിക്കുന്നതാണ് റിസീവിങ് ആസ്പെക്ട്സും, ഗിവിങ് ആസ്പെക്ട് ഉദ്ദേശിക്കുന്ന ഏത് സൈഡാണ്? ക്രെഡിറ്റ് സൈഡും. എല്ലാ ട്രാൻസാക്ഷൻസിനും 2 അക്കൗണ്ടുകൾ ബാധിക്കും, അത് ഉറപ്പാണ്. എല്ലാ ട്രാൻസാക്ഷൻസും 2 അക്കൗണ്ടുകൾ ബാധിക്കും. ഇവിടെ പറഞ്ഞു വെച്ചാൽ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് റിസീവിങ് ആസ്പെക്ട്സ് ആൻഡ് ഗിവിങ് ആസ്പെക്ട്സ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്ലിയർ. ഈ ഡ്യുവൽ ആസ്പെക്ട്സ് റിസീവിങ് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ്, ഗിവിങ് ആസ്പെക്ട് ഉദ്ദേശിക്കുന്നതാണ്
ക്രെഡിറ്റ് ആസ്പെക്റ്റാണ്. ഈ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തറിയോ അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻസ് പഠിച്ചത്. അതിൻ്റെ ബേസിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം എല്ലാ ഡബിൾ എൻട്രി രണ്ട് ട്രാൻസാക്ഷൻ ഡബിൾ അല്ലേ, അതെല്ലാം ഉൾപ്പെടുത്തുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ്? ഡ്യുവൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ നോട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം dual aspects principles. This is a basic principles of accounting. Accounting to this concept, എല്ലാ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. റിസീവിങ് ആസ്പെക്ട്സ് ഉണ്ട്, ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, the every transaction debit there is a corresponding credit. This system of recording transactions പറഞ്ഞ പേരാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾ ഈ എല്ലാ ട്രാൻസാക്ഷൻ രണ്ട് സൈഡിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ എൻട്രി പറയാം. ഈ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അറൈവ് ചെയ്ത്. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഓർമ്മയില്ലേ? അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ഏത് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടാന്നുള്ള പല എക്സാം ചോദിച്ചിട്ടുണ്ട്. ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട? ഡ്യുവൽ ആസ്പെക്ട്സ്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട്സ് മനസ്സിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നാമത് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ആസ്പെക്ട്സ്, രണ്ടാമത് ഗിവിങ് ആസ്പെക്ട്സ്, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്ട്, ക്രെഡിറ്റ് ആസ്പെക്ട്. ഈ ഡ്യുവൽ ആസ്പെക്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേണൽ എൻട്രി എഴുതുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് മെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇടപാടുകളെല്ലാം രണ്ട് അക്കൗണ്ടുകൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻസ് അറൈവ് ചെയ്തതും ഏത് പ്രിൻസിപ്പിൾസുമായി ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാ? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാ. ഈസ് ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരുമാനമാണ്. നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? വീഡിയോ പൗസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറേ കൺസെപ്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല, ഇത് എക്സാമിന് അതിന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് പഠിക്കണം. സോ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റവന്യൂ, വരുമാനം, ഇതിൽ 2-3 പോയിന്റ് പഠിക്കാനുണ്ട്. എപ്പോഴാണ് റവന്യൂ ഇസ് ദി എമൗണ്ട് വിച്ച് ഈസ് ദ ബിസിനസ് ഏൺ ടു ദി സെയിൽ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസ്. ഒരു ബിസിനസ്സിൻ്റെ റവന്യൂ ഇല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ് രണ്ട് രീതിയിൽ റവന്യൂ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ സാധനങ്ങളെല്ലാം വിറ്റിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ട്, വേറെ ഏതെങ്കിലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഓക്കെ, റവന്യൂ ഏൺ ചെയ്യുന്നത് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിലാണ്. സെയിലിൻ്റെ കേസിൽ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ എടുക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദ പോയിൻ്റ് ഓഫ് സെയിൽ ഉദ്ദേശിക്കുന്നത് 1/1/2025 എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കേട്ടോ. 2 പോയിൻ്റ് പറഞ്ഞവരെ. സോൾഡ് ഗുഡ്സ് ടു എക്സ് ₹50,000. എക്സിന് സാധനം വിറ്റു, കടത്തിനെ വിറ്റത് 50,000 റുപ്യക്ക്. 10/1/2025 റെസീവ്ഡ് എമൗണ്ട് ഫ്രം എക്സ് ₹50,000. ഇനി വേണ്ട, 40,000 ആയിക്കോട്ടെ. 15/1/2025 റെസീവ്ഡ് എമൗണ്ട് ഫ്രം ബാലൻസ് എമൗണ്ട് എക്സ് 10,000. സോ എൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിങ്ങളെന്നാണ് റവന്യൂ റെക്കോർഡ് ചെയ്യുക? ബിസിനസ്സിൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾ റവന്യൂ റെക്കോർഡ് ചെയ്യുക? ബിസിനസ്സിൻ്റെ ഏത് ഡേറ്റിലാണ് നിങ്ങൾ റവന്യൂസ് റെക്കോർഡ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സെയിൽ ചെയ്ത ഡേറ്റിന് 50,000 റുപ്യക്ക് സാധനം വിറ്റിട്ടുണ്ട്, പക്ഷേ പൈസ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കേസിൽ 10-ാം തീയതി എന്താ പ്രശ്നം? 40,000 കിട്ടിയിട്ടുള്ളൂ. അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫുള്ള് കിട്ടുന്ന ഡേറ്റിലാണോ? 15-ാം തീയതിയാണോ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ 10-ാം തീയതിയാണോ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ 1-ാം തീയതിയാണോ റെക്കോർഡ് ചെയ്യുക? അതായത് ബിസിനസ്സിൽ സെയിൽ എന്ന് റവന്യൂ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് സാധനം വിൽക്കുന്ന ഡേറ്റിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്.
ഞാൻ സെല്ലറാണ്, നിങ്ങൾ ബയ്യറാണ്. നിങ്ങൾ സാധനം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയും സാർ പൈസ തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ. യെസ്, പോയിൻ്റാണ്. നോട്ട് കൺസിഡർ എന്ത് എമൗണ്ട് പെയ്ഡ് ഓർ റെസീവ്ഡ്. പണം കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ നോക്കേ വേണ്ട. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങളെ കയ്യിലേക്ക് സാധനം എത്തിയിട്ടുണ്ടോ, സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ. യെസ്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ന് 11-ാം തീയതി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ 11-ാം തീയതി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ബുക്കിൽ സെയിൽ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് 11-ാം തീയതിയാണ്. നിങ്ങൾക്ക് സാർ പൈസ കിട്ടില്ല, പൈസേനെ പറ്റി വിട്. ടൈറ്റിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? യെസ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിന്. പൈസ കിട്ടിയണോ ഇല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ദാറ്റ് ഈസ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്. ഈസ് ക്ലിയർ? ഫസ്റ്റ് പോയിന്റ് ഈസ് റെഡി. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇത് വെച്ചിട്ട് ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ പറയുന്നത് നോക്കട്ടെ മക്കളെ. ഇവിടെ പറയുന്നത് നോക്കിട്ടോ മക്കളെ. സെയിൽ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ദി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് പാസർ ഫ്രം സെല്ലർ ടു ദി ബയ്യർ. അത് ക്യാഷിനായിക്കോട്ടെ കടത്തിനായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഓണർഷിപ്പ് ഗുഡ്സ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തണോ, ആ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇൻകം, നമുക്ക് ഇൻകത്തിൻ്റെ കേസിൽ, അതായത് സെയിലല്ലാതെ സർവീസിൻ്റെ കേസിലൊക്കെ ഏത് ബേസിലാണ് പൈസ കിട്ടുന്ന ടൈമിലാണ്, ടൈം ബേസിസിലാണ് എടുക്കുന്നത്. ഇനി നമുക്കൊരു വേറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. റെൻറ്റ് ഫോർ ദ മന്ത് മാർച്ച് 2017. മാർച്ച് മാസത്തെ റെൻറ്റ് നമുക്ക് എന്നാ കിട്ടുക, ഏപ്രിലല്ലേ കിട്ടുക. അതായത് ഏപ്രിൽ 17 കിട്ടും, ഏപ്രിൽ കിട്ടും. അതായത് ജനുവരിയിൽ മാസം റെൻറ്റ്, ജനുവരി 31-ാം തീയതി വരെ 31-ാം തീയതി റെൻറ്റ്, ഫെബ്രുവരി 5-ാം തീയതി കൊടുക്കുന്നത് അല്ലേ. ഫെബ്രുവരിയിലെ റെൻറ്റ് എന്നാ കൊടുക്കുക, ഫെബ്രുവരിയിലത്തെ റെൻറ്റ് മാർച്ച് 5-നാണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാർച്ചിലെ റെൻറ്റ് എന്നാ കൊടുക്കുന്നത്, ഏപ്രിലല്ലേ. ഏപ്രിലല്ലേ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നില്ലേ. അപ്പോൾ ഏപ്രിലല്ലേ പൈസ കിട്ടുന്നത്, മനസ്സിലായില്ലല്ലോ. അങ്ങനെയാടാ. അതായത് എനിക്ക് കത്തിണ്ടാവും ചിലർക്ക്, ഞാനെന്താ പറയാൻ പോകുന്നതെന്നുള്ളത്. അതായത് ഞാൻ ബിൽഡിങ്ങിന് റെൻറ്റിനാണ് കൊടുക്കുന്നത്, റെൻറ്റിനാണ് നിൽക്കുന്നത്. ഓക്കെ, ജനുവരിയിലെ റെൻറ്റ് ഞാൻ എന്ന് കൊടുക്കും, ഫെബ്രുവരി 5-ാം തീയതി 10,000 രൂപ കൊടുക്കും. ഫെബ്രുവരിയിലെ റെൻറ്റ് ഞാൻ എന്ത് കൊടുക്കും, മാർച്ച് 5-ാം തീയതി 10,000 രൂപ കൊടുക്കും. മാർച്ചിലെ റെൻറ്റ് ഞാൻ എന്നാ കൊടുക്കുന്നത്, ഏപ്രിൽ 5-ാം തീയതി 10,000 കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചോദിക്കുന്നത്, ഈ മാർച്ചിലെ റെൻറ്റ് ഞാൻ കൊടുക്കുന്നത് 5-ാം തീയതി അല്ലേ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇയർ അല്ലേ. അതായത് ഏപ്രിൽ ടു മാർച്ചിൽ എൻ്റെ പീരീഡ്. അങ്ങനെയാണെങ്കിൽ 10,000 എടുക്കേണ്ടത്, ഈ 10,000 എടുക്കേണ്ടത് ഏപ്രിലാണോ മാർച്ചിലാണോ എന്ന് ക്വസ്റ്റ്യൻ. മാർച്ചിൽ പൈസ കൊടുക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ റെൻറ്റിൻ്റെ എമൗണ്ട് നിങ്ങൾ എടുക്കേണ്ടത് നെക്സ്റ്റ് കൊല്ലമാണോ, അല്ലെങ്കിൽ ഈ വർഷം മാർച്ചിൽ തന്നെ എടുക്കേണ്ടത്, ഈ വർഷം മാർച്ചിലാണ് എടുക്കേണ്ടത്. നിങ്ങൾ കൊടുത്തണോ ഇല്ലയോ നോക്കണ്ട. നിങ്ങൾക്ക് ഡ്യൂ ആയിട്ടുണ്ടോ, യെസ് ഡ്യൂ ആയിട്ടുണ്ട്, കൊടുക്കാനായിട്ടുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. കൊടുത്തണോ ഇല്ലയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് ഇവിടെ പറയുന്ന സാധനം, റവന്യൂ. ഇവിടെ നോക്ക്, ഈവൺ ഇഫ് റിസീവ്ഡ് ഏപ്രിലാണ് സ്വീകരിക്കുന്നത്, റെൻറ്റ് സ്വീകരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ ഇയറിൽ എടുക്കുന്ന സമയത്ത് ഏത് ഇയറിൽ എടുക്കണം, മാർച്ചിലെടുക്കണം. ഏത് ഇയറിലല്ല, ഏപ്രിലാണ് പൈസ കൊടുത്തത്. പക്ഷേ നിങ്ങൾ എന്നാണ് ബിൽഡിംഗ് യൂസ് ചെയ്ത്, റെൻറ്റ് യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഡ്യൂ ആയതെന്നാ, കൊടുക്കാനായതെന്നാ ഏത് മാസത്തിലാണ് പറ, മാർച്ചിലാണല്ലോ. സോ നിങ്ങൾ ആ പീരീഡിലാണ് നിങ്ങൾ അത് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേറൊരു എക്സാം കൂടി പറഞ്ഞുതരാം. റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റിൻ്റെ എക്സാം ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾക്ക് അടിപൊളി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സാം ക്വസ്റ്റ്യൻസിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തരും. ഇവിടെ പറയുന്ന റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഇൻകമാണ്. ആ രണ്ട് രീതിയിലൂടെ റവന്യൂ കിട്ടാം. സാധനം വിറ്റിട്ട് കിട്ടാം, അല്ലെങ്കിൽ പ്രൊവൈഡിങ് സർവീസ് കൊടുക്കാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് റവന്യൂ ഇസ് ഏൺഡ്. റവന്യൂ എപ്പോഴാണ് ഏൺ ചെയ്യുന്നത്, ഓർ റെക്കഗ്നൈസ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. എന്താണ് സെയിൽ ഉദ്ദേശിക്കുന്നത്, ദ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദി ബയ്യർ. അത് ക്യാഷിനാവാം,
കടത്തനാവും, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണേ. അതായത് ജനുവരി 1-ാം തീയതി എനിക്കൊരു ടേബിളിൻ്റെ ഒരു ഓർഡർ വന്നു. ടേബിളിൻ്റെ ഒരു ഓർഡർ 30,000 രൂപ അഡ്വാൻസ് തന്നു. അങ്ങനെ ഒരു ഓർഡർ വന്നു. ഏപ്രിൽ 30 ടേബിൾ ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് ഒരു ഓർഡർ വന്നു. ഓക്കെ, ജനുവരി 5-ാം തീയതി അയാൾ അഡ്വാൻസ് തന്നു. 20,000 രൂപ അഡ്വാൻസ് തന്നു. 50,000 രൂപ വിചാരിച്ചോ. ഞാൻ 6-ാം തീയതി മാനുഫാക്ചർ ചെയ്തു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങി. 7-ാം തീയതി ഞാൻ എന്ത് ചെയ്തു, ഇയാൾക്ക് ഡെലിവർ ചെയ്തു. 10-ാം തീയതി അയാൾ ബാലൻസ് എമൗണ്ട് തന്നു. എത്ര രൂപ? മൊത്തം 50,000 രൂപേൻ്റെ ഓർഡർ ആയിരുന്നു. അതിൽ 20,000 തന്ന്, ബാക്കി 30,000 തന്ന്. ഞാൻ എൻ്റെ ബുക്കിൽ എന്നാണ് സെയിൽ കാണിക്കുന്നത് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഡെലിവറി, അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. ഇസ് ക്ലിയർ? സോ അതാണ് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ് എടുക്കട്ടെ. സിമ്പിളായത് നമുക്ക് ആദ്യം കയറാം. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് നല്ല സിമ്പിളാണ്. ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്, അല്ലേ? നിങ്ങളൊരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്തു. നിങ്ങളൊരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡിപ്രിസിയേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, WD മെത്തേഡ്, കുറേ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ എപ്പോഴും ഫിനാൻഷ്യലി ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആദ്യം ഇത് ചിലപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളിപ്പം ഡിപ്രിസിയേഷൻ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 കിട്ടണ ആൻസർ നമുക്ക് പല വഴിയുണ്ട്. ഒന്നെങ്കിൽ 11 - 1 എടുക്കാം, അല്ലെങ്കിൽ 9 + 10 എടുക്കാം, അല്ലെങ്കിൽ 10×1 എടുക്കാം, പിന്നെ 8 + 2 എടുക്കാം. ഇങ്ങനെ കുറേ മെത്തേഡിൽ ആൻസർ കിട്ടും. പക്ഷേ ഇതിലേതാ ശരി? എല്ലാ മെത്തേഡും ശരിയാണ്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് 9 + 1 കേട്ടോ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് മാത്രമാണോ ശരിയെന്നുള്ളത് പറയാൻ പറ്റില്ല. എല്ലാ മെത്തേഡും ശരിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇയാൾ ചെയ്യുന്നത് വേറെ മെത്തേഡ്, നിങ്ങൾ ചെയ്യുന്ന വേറെ മെത്തേഡ്, 3 ആളും 3 മെത്തേഡ് ചെയ്യുന്നത്. 3 മെത്തേഡ് ചെയ്യുന്നത് ചിലപ്പോൾ ആൻസർ സെയിം ആയിരിക്കാം, ചിലപ്പോൾ ആൻസർ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഈ വർഷം ഞാൻ ഈ മെത്തേഡ് 10 കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡാണ് യൂസ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ വർഷം എനിക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്യണം, അല്ലാതെ എനിക്കിഷ്ടമാകുമ്പോൾ മാറ്റാൻ പാടില്ല. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിനെതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കൺസിസ്റ്റൻസി മീൻസ് കണ്ടിന്യൂറ്റി. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡിപ്രിസിയേഷൻ എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെ എനിക്ക് കുറേ മെത്തേഡ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് മെത്തേഡിൻ്റെ പേര് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് WD മെത്തേഡാണ്. ഇത് രണ്ടൊരു മെത്തേഡാണ്. ഡിപ്രിസിയേഷൻ എന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഫസ്റ്റത്തെ വർഷം ഈ SLM മെത്തേഡ് ഉപയോഗിച്ചു, രണ്ടാമത്തെ വർഷം SLM മെത്തേഡ് ഉപയോഗിച്ചു. തേർഡ് ഇയറിലെങ്കിൽ WD മെത്തേഡ് ഉപയോഗിക്കാൻ പാടില്ല, ഫോർത്ത് ഇയർ WD മെത്തേഡ് ഉപയോഗിക്കാൻ പാടില്ല. ഞാനൊരു മെത്തേഡ് ഫോളോ ചെയ്തത് ഈ ഫസ്റ്റ് 2 വർഷം ഇതാണെങ്കിൽ നെക്സ്റ്റ് തേർഡ് ഇയറും ഫോർത്ത് ഇയർ ഫിഫ്ത്ത് ഇയറൊക്കെ അത് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ എനിക്ക് തോന്നുന്ന മാതിരി മാറാൻ പാടില്ല. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇറ്റ്സ് ക്ലിയർ? നിങ്ങളൊരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ദിസ് പോളിസി ആൻഡ് പ്രാക്ടീസ്, ഒരു പോളിസീസ് ആൻഡ് പ്രാക്ടീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും. മസ്റ്റ് ബി സെയിം റീസണബിൾ പീരീഡ് ഓഫ് ടൈം. ദി ഫ്രീക്വൻലി ചേഞ്ചസ് ഇൻ ദി പോളിസി വിൽ ബി അഡ്വേഴ്സ്ലി അഫക്റ്റ് റിലയബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അത് നിങ്ങളെ റിലയബിലിറ്റീനെയൊക്കെ ബാധിക്കുന്ന പറഞ്ഞിട്ട് റിലയബിലിറ്റിയും കമ്പാരബിലിറ്റി. നിങ്ങളിപ്പോൾ SLM മെത്തേഡ് യൂസ് ചെയ്തു, മറ്റാൾ WD ഉപയോഗിച്ചു, എൻ്റേത് ആയതാ ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ നിങ്ങളൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം, അല്ലാതെ അവൻ്റെ മെത്തേഡ് നല്ലത് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇത് അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. മെത്തേഡ് ഓഫ് ചാർജ് ആൻഡ് ഡിപ്രിസിയേഷൻ, അതേമാതിരി ഇൻവെൻട്രി എന്ന് പറഞ്ഞ സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ മാതിരി ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് consistency concept. Consistency means continuity. That can be possible only when the accounting policy and practice follow uniform and consistency. It means once an adopted
ഇറ്റ് ഷുഡ് നോട്ട് ബി ചേഞ്ച് ഫ്രം ദി വൺ അക്കൗണ്ടിങ് പീരീഡ് ടു അനദർ അക്കൗണ്ടിങ് പീരീഡ്. മെത്തേഡ് ചോദിക്കാറുണ്ട് കേട്ടോ. മെത്തേഡ്സ് ഓഫ് ഇൻവെൻറ്ററി വാല്യൂ ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്, അതേമാതിരി ഡിപ്രിസിയേഷൻ അറിയാൻ കുറേ മെത്തേഡ് ഉണ്ട്. സോ ബാക്കിയുള്ള കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.